അധ്യായം 19. ത്രഷ്ക്രോസ് ഗ്രേഞ്ചിലേക്ക് ഒരു വാടകക്കാരനെ കിട്ടി. ലോക്ക്വുഡ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഒരു മാന്യനായിരുന്നു. എന്നെ കൂടാതെ അയാൾ വേറെയും കുറച്ച് ജോലിക്കാരെ നിയമിച്ചു. സൗമ്യനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനാണ് ലോക്ക്വുഡ്. തെക്കേ ഇംഗ്ലണ്ടിലാണ് അയാളുടെ കുടുംബം. ശാന്തമായി കഴിയുക എന്ന ഉദ്ദേശത്തോടെയാണ് അയാൾ ഇങ്ങോട്ട് വന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. കൂട്ടുകൂടാൻ പറ്റിയവർ ഇല്ലാത്തതിൻ്റെ പ്രയാസമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. ഈ പ്രദേശത്തിൻ്റെ നാടൻ സൗന്ദര്യം അയാളെ ആകർഷിച്ചു. ഒരാഴ്ചയ്ക്കകം മഞ്ഞുവീഴ്ച തുടങ്ങി. ഒരു ദിവസം ഹിത്ക്ലിഫിനെ കാണാൻ പോയ ലോക്ക്വുഡ് തിരിച്ചു വന്നില്ല. അയാൾക്ക് എന്തു പറ്റി എന്ന് ഞങ്ങളെല്ലാവരും ഉത്കണ്ഠപ്പെട്ടു. മഞ്ഞുവീഴ്ച കൊണ്ട് വരാൻ പറ്റാതെ ഇരുന്നതാണെന്ന് അയാൾ വന്നപ്പോഴാണ് അറിഞ്ഞത്. വുദറിംഗ് ഹൈറ്റ്സിൽ പോയതുകൊണ്ട് കാത്തിയുടെ വിവരമറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. കാത്തി എങ്ങനെ? സുഖമായിരിക്കുന്നു, പക്ഷേ ഒരു സന്തോഷവുമില്ല. എപ്പോഴും തനിച്ചിരിപ്പാണ്. അടുത്ത ദിവസം തന്നെ ലോക്ക്വുഡ് കിടപ്പിലായി. ചീത്ത തണുപ്പും പനിയുമാണെന്ന് ഡോക്ടർ പറഞ്ഞു. 4 ആഴ്ചയിലധികം കിടക്കയിൽ തന്നെയായിരുന്നു. ചില സമയങ്ങളിൽ ലോക്ക്വുഡിൻ്റെ അടുത്ത് ചെന്നിരിക്കാൻ എന്നോട് ആവശ്യപ്പെടും. മറ്റാരുമായും ലോക്ക്വുഡ് അടുത്തിരുന്നില്ല. എന്നോട് മാത്രമാണ് വിവരങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്നത്. ഹിത്ക്ലിഫിൻ്റെ സ്വഭാവത്തിൽ എന്തോ അസാധാരണത്വമുണ്ടല്ലോ. അയാളുടെ കുടുംബത്തെപ്പറ്റി അറിയണമെന്നുണ്ടെനിക്ക്. എല്ലന് പറ്റുമെങ്കിൽ പറഞ്ഞു തരൂ. ലോക്ക്വുഡിൻ്റെ ആവശ്യം എന്നിൽ അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. പല ദിവസങ്ങളിലായി വുദറിംഗ് ഹൈറ്റ്സിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞുകൊടുത്തു. കാത്തിയുടെ കാര്യത്തിൽ ലോക്ക്വുഡിന് പ്രത്യേക താല്പര്യമുള്ളതായി കണ്ടു. കാത്തിയുടെ ഒരു ഛായാപടം കിട്ടിയെങ്കിൽ മുറിയിൽ തൂക്കിയിടാമായിരുന്നു എന്ന് ലോക്ക്വുഡ് ആഗ്രഹം പ്രകടിപ്പിച്ചു. ലോക്ക്വുഡിൻ്റെ ആഗ്രഹം അറിഞ്ഞിട്ട് കാത്തി യാതൊരു ഭാവഭേദവും പ്രകടിപ്പിച്ചില്ല. രോഗം ഭേദമായപ്പോൾ ലോക്ക്വുഡ് വുദറിംഗ് ഹൈറ്റ്സിലേക്ക് ചെന്നു. അവിടെ അപ്പോൾ ഹരേട്ടനും കാത്തിയും വഴക്കിടുകയായിരുന്നു. അധ്യായം 20. കാലാവധി കഴിഞ്ഞു. ലോക്ക്വുഡ് പിരിഞ്ഞുപോയി. അതിനിടയിൽ അയാൾ കാത്തിയുടെ വീട്ടിലേക്ക് പോയതേയില്ല. അവരുമായി ലോക്ക്വുഡ് എന്തെങ്കിലും കുഴപ്പത്തിലാകുമോ എന്ന ഭയമുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അടുത്ത ദിവസം തന്നെ ഹിത്ക്ലിഫ് എന്നെ കാണാൻ വന്നു. അയാളുടെ ശക്തി ക്ഷയിച്ചു വരികയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കാത്തിയെ ഇങ്ങനെ കാണുന്നതിൽ എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. നീ അവളുടെ കൂടെ താമസിച്ചോളൂ. വുദറിംഗ് ഹൈറ്റ്സിൽ ഉടനെ വരണം. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ചെന്നു. കാത്തിക്കും ഏറെ സന്തോഷമായി. അവൾ എപ്പോഴും എൻ്റെ നിഴൽ പോലെ സഞ്ചരിച്ചു. ഒരിക്കലും ഒറ്റയ്ക്ക് നിന്നില്ല. ഹിത് ഞങ്ങളുടെ അടുത്ത് വരാറില്ല. ഹരേട്ടനും ജോസഫും ചിലപ്പോൾ അടുത്തു വന്നിരിക്കും. കാത്തി പുസ്തകങ്ങൾ വായിക്കും. അവളത് ഹരേട്ടനും കൊടുക്കും. ഹരേട്ടൻ അതത്ര ശ്രദ്ധിക്കുകയില്ല. കാത്തിക്ക് ഹരേട്ടനോടുള്ള വെറുപ്പ് കുറഞ്ഞു വന്നു. പുസ്തകങ്ങൾ വായിക്കാൻ ഹരേട്ടന് കഴിവില്ല. അവനെ പഠിപ്പിക്കാൻ കാത്തിക്ക് താല്പര്യവുമുണ്ട്. കാത്തി ഒരു പുസ്തകം പൊതിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് ഹരേട്ടന് കൊടുക്കണം. ഇതും സ്വീകരിച്ചില്ലെങ്കിൽ ഇക്കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയില്ലെന്ന് പറഞ്ഞേക്കൂ. ഞാൻ പുസ്തകവുമായി ഹരേട്ടൻ്റെ അടുത്തെത്തി. പുസ്തകം അവൻ വാങ്ങിയില്ല. കാത്തി പറഞ്ഞതുപോലെ പറഞ്ഞ് പുസ്തകം അവൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ പോന്നു. കാത്തി ഇതൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പൊതി അഴിക്കുന്ന ശബ്ദം കേട്ട് കാത്തി പുറത്തു വന്നു. അവൻ പുസ്തകത്തിൽ നോക്കുന്ന സമയത്ത് കാത്തി അടുത്തെത്തി. ഹരേട്ടൻ കാത്തിയോട് എന്തോ പറഞ്ഞു. രണ്ടുപേരും പുഞ്ചിരിച്ചു. പിന്നെ അവർ നല്ല ചങ്ങാതിമാരായി മാറി. ആ പുസ്തകം അവർ രണ്ടുപേരും കൂടി വായിക്കാൻ തുടങ്ങി. 3 പേരെയും ഒരിടത്ത് കണ്ടുകൊണ്ടാണ് ഹിത്ക്ലിഫ് അവിടെ എത്തിയത്. അവൻ 3 പേരെയും തുറിച്ചു നോക്കി. ഹരേട്ടനും കാത്തിയും അവിടുന്ന് പോകണമെന്ന് ഹിത്ക്ലിഫ് ആവശ്യപ്പെട്ടു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലൻ പറയൂ. ഇവരെ 2 പേരെയും ഒരുമിച്ച് കാണുന്നത് എനിക്ക് ഈർഷ്യയുണ്ടാക്കുന്നു. ഇവരെ എനിക്ക് കാണേണ്ട. അവനെ കാണുമ്പോൾ എനിക്കെൻ്റെ പഴയ കാലങ്ങളാണ് ഓർമ്മ വരുന്നത്. അവളെ കാണുമ്പോഴാകട്ടെ കാതറിൻ്റെ രൂപം തെളിഞ്ഞു വരുന്നു.
എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കണമെങ്കിൽ അവരെ എൻ്റെ കൺമുന്നിൽ വരാൻ അനുവദിക്കരുത്. മരണത്തെ എനിക്ക് പേടിയില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ കാതറിൻ്റെ അടുത്ത് എത്തണമെന്നേ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം അസ്വസ്ഥനായിരുന്നു ഹിത്ക്ലിഫ്. പിന്നീട് എപ്പോഴും ഹിത്ക്ലിഫ് ഏകാന്തനായിട്ടാണ് കഴിഞ്ഞു വന്നത്. ദിവസത്തിൽ ഒരു നേരം എങ്കിലും എന്തെങ്കിലും കഴിച്ചാലായി. ഒരു രാത്രിയിൽ ക്ലിഫ് പുറത്തു പോയിട്ട് രാവിലെയാണ് തിരിച്ചെത്തിയത്. വരുമ്പോൾ വിളറിയ മുഖമായിരുന്നു. അതിവേഗത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടായിരുന്നു. പ്രാതലിന് ഞങ്ങളോടൊപ്പം ഇരുന്നില്ല. അത്താഴത്തിനെ കൂടെയിരുന്നുള്ളൂ. സ്പൂൺ കൊണ്ട് ആഹാരം കോരിയെടുക്കാൻ ഒരുങ്ങുമ്പോഴും ആകാംക്ഷയോടെ അവൻ ജനലിലൂടെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് സ്പൂൺ താഴെ വെച്ച് പുറത്തേക്ക് നടന്നു. പിന്നിലെ വാതിലിലൂടെ കിടപ്പുമുറിയിലേക്കാണ് പോയതെന്ന് ഒച്ച കേട്ട് ഞാൻ മനസ്സിലാക്കി. ഭക്ഷണവും എടുത്ത് ഞാൻ മുറിയിലേക്ക് ചെന്നു. എന്നെ കണ്ടയുടനെ ഹിത്ക്ലിഫ് എഴുന്നേറ്റ് പോകാനുള്ള ഭാവമായി. എന്താ എന്താ ഹിത് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു പരിഭ്രാന്തി പോലെ. കഴിഞ്ഞ രാത്രി എവിടെയായിരുന്നു? എല്ലൻ, ഹരേട്ടനും കാത്തിയും എൻ്റെ മുന്നിൽ വരരുത്. ഞാൻ യാചിക്കുകയാണ്. എനിക്ക് ആരെയും കാണണ്ട. എന്നിട്ട് കഴിഞ്ഞ രാത്രി പോയത്? കഴിഞ്ഞ രാത്രി ഞാൻ നരകത്തിൻ്റെ വക്കിലായിരുന്നു. ഇപ്പോൾ സ്വർഗം എൻ്റെ കാഴ്ചയിലുണ്ട്. ഇതാ 2 മീറ്റർ അകലത്തിൽ ഞാൻ സ്വർഗം കാണുന്നുണ്ട്. ഭക്ഷണവും കൊണ്ട് ഞാൻ തിരിച്ചു പോരേണ്ടി വന്നു. അവനൊരു മനുഷ്യൻ തന്നെയാണോ ഇപ്പോൾ എന്ന് ഞാൻ സംശയിച്ചു. അവൻ എന്നെ വിളിച്ചു. എല്ലൻ, ഇങ്ങോട്ട് നോക്കൂ. നമ്മളെല്ലാം നമ്മൾക്കുള്ളതാണോ? അതെ. ഹിത്ക്ലിഫ് 2 മീറ്റർ ദൂരത്ത് എന്തോ കാണുന്നുണ്ട്. വസ്തു ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് പക്ഷേ അത് കാണാനും കഴിയുന്നില്ല. രാത്രി വൈകി. ഹിത്ക്ലിഫിൻ്റെ മുറിയിൽ നിന്ന് ശബ്ദം കേട്ടു. ക്ലിഫ് ആരോടോ സംസാരിക്കുകയാണ്. ജനൽ തുറന്നിരിക്കുകയാണെന്ന് വെളിച്ചം കണ്ടാൽ അറിയാം. മഴ പെയ്യാൻ ആരംഭിച്ചു. ഞാൻ മുകളിലേക്ക് ചെന്നു. വാതിൽ അടച്ചിട്ടില്ല. കട്ടിലിലാണ് എൻ്റെ നോട്ടം ആദ്യം പതിഞ്ഞത്. അവിടെ ഹിത്ക്ലിഫ് ഇല്ല. എനിക്ക് പരിഭ്രമമായി. ഹിത്ക്ലിഫ് നിലത്ത് കിടക്കുകയാണ്. ഞാൻ അടുത്ത് ചെന്നു. കണ്ണുകൾ തുറന്നിരിക്കുന്നു. എൻ്റെ നേരെയല്ല നോക്കുന്നത്. 2 മീറ്റർ അകലത്തിലാണ് നോട്ടം. ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി നിന്നു. അല്പം ഭയാശങ്കയും എനിക്കുണ്ടായിരുന്നു. സൂക്ഷിച്ചു നോക്കി. ഒരനക്കവുമില്ല. കൺപോളകൾ അടപ്പിക്കുവാൻ നോക്കി. അത് അനങ്ങിയില്ല. ഹിത്ക്ലിഫ് പറഞ്ഞുകൊണ്ടിരുന്ന സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ ജോസഫിനെ വിളിച്ചു. ജോസഫ് വന്നു. അവനും കൂടി നോക്കിയ ശേഷം കാര്യം ഉറപ്പിച്ചു. എന്തോ എനിക്കപ്പോൾ ഒരു തരത്തിലുള്ള വികാരമില്ലാത്ത അവസ്ഥയായിരുന്നു. ഹിത്ക്ലിഫ് ആഗ്രഹിച്ചതുപോലെ കാതറിൻ്റെ ശവകുടീരത്തിനടുത്ത് തന്നെ അവനെയും സംസ്കരിച്ചു. നിശ്ചേഷ്ടരായിരിക്കുന്ന കാത്തിയെയും ഹരേട്ടനെയും കണ്ട് ഞാൻ പറഞ്ഞു, ഇനി വുദറിംഗ് ഹൈറ്റ്സിൽ നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാത്തിയും ഹരേട്ടനും വിവാഹം കഴിച്ച് ത്രഷ് ക്രോസ് ഗ്രേഞ്ചിലേക്ക് പോകുന്നതാണ് നല്ലത്. എൻ്റെ അഭിപ്രായം അവർ സ്വീകരിച്ചു. ഞാൻ അവരുടെ കൂടെ പോയി. പ്രശസ്ത ബ്രിട്ടീഷ് നോവലിസ്റ്റ് എമിലി ബ്രോണ്ടിൻ്റെ അതിമനോഹരമായ ഇംഗ്ലീഷ് നോവലിൻ്റെ പുനരാഖ്യാനം വുദറിംഗ് ഹൈറ്റ്സ്, അതാണ് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി വായിച്ചിരുന്നത്. വുദറിംഗ് ഹൈറ്റ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു കഥയുമായി ഞാൻ വീണ്ടും വരാം. ഇതുവരെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്ത ഏവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്നും നിർദ്ദേശവും പ്രോത്സാഹനങ്ങളും ഉണ്ടാകുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.